സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഈ കൊലപാതകത്തിന്റെ അടിസ്ഥാനം എന്ന കാര്യം പോലീസ് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ്. കാരണം ഈ ബാധ്യതകൾ ഏതൊക്കെയാണ്, ആർക്കൊക്കെയാണ് നൽകാനുള്ളത് എന്നതിനെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ കുടുംബത്തിന് വൻതുക കടമായി നൽകിയ ചില പലിശക്കാരെ കുറിച്ചുള്ള വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. അതായത് 10,000 രൂപ അടുത്ത് ഈ ദിവസങ്ങളിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ പലിശ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള സൂചനകളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. മീറ്റർ പലിശയാണ് ഇവർക്ക് നൽകേണ്ടി വന്നിരുന്നത്. അങ്ങനെ വൻ തുകകളാണ് ഏതാനും വ്യക്തികളിൽ നിന്നായി കടമായി വാങ്ങിയിരുന്നത്. ഇത് തിരികെ കൊടുക്കാൻ ഒരു നിവൃത്തിയുമില്ല. പിതാവിനോട് ഇങ്ങനെയൊരു പണം കടം വാങ്ങിച്ച കാര്യം പറയാനും കഴിയില്ല. ഇങ്ങനെയൊരു സ്ഥിതിയിലായിരുന്നു അവർ പൊക്കോണ്ടിരുന്നത്. 2 സാധ്യതകൾ മാത്രമായിരുന്നു മുമ്പിലുള്ളത്. അതിലൊന്ന് ആത്മഹത്യയായിരുന്നു, മറ്റൊന്ന് ഇപ്പോൾ നടത്തിയ കൂട്ടക്കൊലപാതകം. ഇതല്ലാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു വഴിയുമില്ലാതെ വന്നതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യാൻ ഉമ്മ തയ്യാറാകില്ല എന്ന് ഉറപ്പായതോടെ ഈ കൂട്ടക്കൊലപാതകത്തിന് താൻ മുതിർന്നത് എന്നാണ് അഫാൻ അന്വേഷണ സംഘത്തോട് പല ആവർത്തി നടത്തിയ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയത്. അതിനിടയിൽ നമ്മൾ ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന അത്യന്തം വേദനയുളവാക്കുന്ന കാര്യങ്ങൾ, അതായത് ഈ കൊലപാതകത്തിന് മുൻപ് ആരെയാണോ കൊന്നില്ലാതാക്കിയത് അവരോട് അഫാൻ നടത്തിയ സംഭാഷണങ്ങൾ അടക്കം കഴിഞ്ഞ ദിവസം പേരമലയിലെ വീട്ടിൽ തെളിവെടുപ്പിന് എത്തിച്ചപ്പോഴായിരുന്നു. വീടിനുള്ളിൽ ഏതാണ്ട് 3/4 മണിക്കൂറോളം നീണ്ട തെളിവെടുപ്പ് നടന്നു. അവിടെ വെച്ചാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട്, ആറ്റിങ്ങൽ ഡിവിഎസ്പി ഉൾപ്പെടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരോട് എന്തായിരുന്നു ഇതിലേക്ക് നയിച്ച സംഭവങ്ങൾ, ഫെബ്രുവരി 24-ാം തീയതി തിങ്കളാഴ്ച എന്താണ് പേരമലയിലെ വീട്ടിൽ വെച്ച് സംഭവിച്ചത് എന്ന കാര്യങ്ങളൊക്കെ പ്രതി വിശദീകരിച്ചത്. അതിനിടയിലാണ് ഏറെ സ്നേഹിച്ചിരുന്ന അനുജനെ ഈ ഉമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് തലക്കടിച്ച് പിടഞ്ഞു വീഴുമ്പോഴും അവൻ ഇക്ക എന്ന് വിളിച്ചുകൊണ്ടാണ് വീണിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ മനസാക്ഷിയുള്ള ആരെയും അത് ഉലച്ചു കളയുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഈ ബാധ്യതയിൽ നിന്ന് മുക്തി നേടാൻ ഒരു വഴിയുമില്ലാതെ വന്നതുകൊണ്ട് ഇങ്ങനെയൊരു കൊടും കൃത്യത്തിന് താൻ തയ്യാറെടുക്കുകയായിരുന്നെന്നും താനും ജീവിച്ചിരിക്കില്ലെന്നും പുറത്തിറങ്ങിയാൽ ആത്മഹത്യ ചെയ്യുമെന്നുമൊക്കെയാണ് അഫാനും അന്വേഷണ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കുന്നത്. അതിനിടയിലാണ് ഇന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നത്. പിതൃ സഹോദരൻ ലത്തീഫിനെയും ഭാര്യ ഷജിത ബീഗത്തെയും കൊലപ്പെടുത്തിയ കേസിലാണ് വെഞ്ഞാറമൂട് പോലീസ് ആദ്യം കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക. തെളിവെടുപ്പിനടക്കം അവിടേക്ക് എത്തിക്കേണ്ട സാഹചര്യമുണ്ട്. പേരമലയിൽ എത്തിച്ചതുപോലെ അല്ലെ പാങ്ങോടോ എത്തിച്ച ഒരു സാഹചര്യമായിരിക്കില്ല ലത്തീഫിന്റെ വീടിന്റെ പരിസരത്തേക്ക് എത്തിക്കുമ്പോൾ. ചുള്ളാടത്ത് വലിയ തരത്തിൽ ജനരോഷം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കൃത്യമായ സുരക്ഷ ഒരുക്കിക്കൊണ്ട് തന്നെയായിരിക്കും അവിടേക്ക് അഫാനെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നതിന് പിന്നാലെ ഇന്ന് തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുമെന്നൊരു പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം തുടർ നീക്കങ്ങളുമായി മുമ്പോട്ട് പോകുന്നത്.